മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നും 2022-25 വർഷത്തിൽ ഡിഗ്രിയും 23-25 വർഷത്തിൽ PG പഠനവും പൂർത്തിയാക്കി റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ദിനാഘോഷത്തിൽ പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2022-25 അധ്യയന വർഷത്തിൽ ഡിഗ്രിയും 2023-25 വർഷത്തിൽ PG പഠനവും പൂർത്തിയാക്കി റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെറിറ്റ് ദിനാഘോഷത്തിൽ പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരാജയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജിതരല്ല. നമുക്ക് വരുന്ന ചിലപ്പോൾ അതായിരിക്കില്ല നമ്മുടെ അവസരം. മറ്റൊരാൾക്കത് കിട്ടി, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് വച്ചിട്ട് ഞാൻ പിന്മാറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ എത്രയോ തവണ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വരേണ്ടത് കാര്യം വിചാരിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം താമസിച്ചാണെങ്കിലും എൻ്റെ വഴി അതൊന്നും അല്ലായിരുന്നു എന്നുള്ള ഞാൻ പിന്നീട് ഞാൻ എൻ്റെ വഴി ഇത് തന്നെയാണ്. എഴുത്തിലേക്ക് വരിക എന്നുള്ളൊരു ജീവിതമായിരുന്നു എനിക്ക്. ഞാൻ പലതും പഠിച്ചു. എനിക്ക് റഷ്യയിൽ അഡ്മിഷൻ വരെ കിട്ടിയതാണ്, സോവിയറ്റ് യൂണിയനിൽ MBBSന് അവിടുത്തെ 1980. അപ്പോൾ അവിടുന്ന് പാസ്സായി 80 അതിൻ്റെ 45-50 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് മിടുക്കനായ ഡോക്ടറായി നിൽക്കേണ്ട ആളാണ് ഞാൻ. പക്ഷേ സാഹചര്യം മാറ്റിക്കളഞ്ഞു. അവിടെ ഞാൻ സങ്കടപ്പെട്ടു. കാര്യം ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ ജോലിയാണ് മകനെ ഡോക്ടറാക്കണം. നടന്നില്ല. പിതാവിനോട് പോലും നീതി കാണിക്കാൻ പറ്റാത്തൊരു മകൻ എന്ന രീതിയിൽ ഒത്തിരി ഞാൻ ദുഃഖിച്ചു. അതേപോലെ വയലാർ ഇഷ്ടമല്ലായിരുന്നു ഞാൻ സിനിമയിൽ പാട്ട് എഴുതാൻ വരണം, എഴുതരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹം കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ കാലം എന്നെ പല വഴിയിൽ കൂടെ നയിച്ച് ഒടുവിൽ ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ആ കാത്തിരിപ്പ് ഒരു വലിയ പ്രശ്നമാണ്. അവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ഓർത്തിട്ട് ജീവിതം കളയുകയോ കൈമുറിക്കുകയോ ഞരമ്പ് മുറുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ജീവിതം മറ്റൊരു വഴി കൂടെ ആയിരിക്കും. കാര്യം സമ്പാദിച്ച് വെച്ചാൽ അച്ഛനും അമ്മയും സമ്പാദിച്ച് വെച്ചാൽ മുഴുവൻ തുകയും ഒരു ഞരമ്പ് മുറിച്ച് കളയുമ്പോൾ ആശുപത്രി കൊണ്ട് കളയേണ്ട ഗതികേടില്ലേ. ആ വീട് ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ആ കാത്തിരിപ്പ് ഒരു വലിയൊരു ഫാക്ടറാണ് അത്. പക്ഷേ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് നമ്മളെ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ കുഴപ്പം. ലോകം ഓരോ നിമിഷം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന് നമ്മൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോയില്ല എങ്കിൽ നമ്മൾ പരാജിതരാകും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളെ തിരക്കി വരും. നമ്മളിൽ ഓരോരുത്തരിലും ഓരോ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചടങ്ങിൽ റാങ്ക് ജേതാക്കൾ, വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ, NSS, NCC പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടെയുള്ള 180 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. Anjali Sajeev, Department of Malayalam, secured second rank with A+ grade in MG University. Annu Tommy, Department of Hindi, secured second rank in MG University, MA Hindi examination. Gada M, Department of Chemistry, secured second rank with A+ grade in MG University, MSc Chemistry examination. Binida Lily Binoy, Department of Statistics, secured third rank with A+ grade in MG University, MSc Statistics examination. 2025 അധ്യയന വർഷത്തിൽ UG വിഭാഗത്തിൽ 46 റാങ്കും PG വിഭാഗത്തിൽ 22 റാങ്കുകളുമാണ് കോളേജ് നേടിയത്. മെറിറ്റ് ദിനാഘോഷ പരിപാടിയിൽ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് KV അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജി K. ജോസഫ്, പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ എമി ടോമി എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.